ഇന്ന് നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. നമ്മളെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റനിങ് തരുന്നൊരു കിഡിലൻ ഫേസ് പാക്കാണ്. എല്ലാവർക്കും നല്ല എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉച്ചയ്ക്ക് വെച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ഒരു വൈകുന്നേരമാണ്. ഞാനിത് ചോറ് വാർത്തെടുത്ത കഞ്ഞിവെള്ളം, ഇത് ബ്രൗൺ റൈസിൻ്റെ കഞ്ഞിവെള്ളമാണ്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ചോറ് വയ്ക്കുന്ന സാധാരണ കഞ്ഞിവെള്ളമാണ്. കുറച്ചിങ്ങനെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് തിക്കായതാണ് നല്ലത്. അടിഭാഗം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം ഇങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടിയിൽ വരുന്ന ആ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഏതാണ്ട് ഒരു 3 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഞാൻ മുന്നേ ഒരു വീഡിയോ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 2 മില്യൺ അടുത്ത ആൾക്കാർ കണ്ടിട്ടുണ്ട് അത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇനി ഇത് മുൾത്താനി മിട്ടിയാണ്. ഈ മിട്ടി എന്ന് പറയുന്നത് മണ്ണിനാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതും നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റനിങ് ചെയ്യാൻ വേണ്ടി വളരെ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ തേനാണ് എടുക്കുന്നത് കേട്ടോ. ഒരു 1/2 സ്പൂണോളം തേൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് അതിന് പൈസയൊന്നും ചിലവാക്കണ്ട. മുൾത്താനി മിട്ടിയും വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ പീസൊക്കെ ആവും ഇങ്ങനെ കല്ല് പോലെ ഇരിക്കുന്ന ഭാഗം. അപ്പോൾ നമ്മൾ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതല്ല നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കഞ്ഞിവെള്ളം ചൂടോടുകൂടി തന്നെ എടുത്തിട്ട് അതിൽ ഇട്ട് വെച്ച് ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാലും ഇതുപോലെ മെൽറ്റായി കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ പല രീതിയിൽ ചെയ്ത് നോക്കാറുണ്ട്. ഇത് നല്ലൊരു ഫേസ് പാക്കാണ്. നമുക്കിത് ഒരുപാട് ചിലവൊന്നുമില്ലാതെ ഇടാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ടീനേജിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇത് കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നമ്മൾ വെയിലത്ത് നിന്നൊക്കെ വന്ന് മുഖം ഒന്ന് കഴുകിയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ, നമ്മൾ ടാനൊക്കെ മാറാൻ. അപ്പോൾ ഞാനിവിടെ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ മുഖം കഴുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ 2 സ്റ്റെപ്പില്ല, ഒറ്റ സ്റ്റെപ്പേ ഇടുന്നുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ 2-3 ദിവസമൊക്കെ വെയിലത്ത് പോയിരുന്നു. അതിൻ്റെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. ഫേസ് പാക്ക് ഇട്ടിട്ടും 2-3 ദിവസമായി. അപ്പോൾ ആദ്യം മുഖം ഒന്ന് സാധാരണ വെള്ളത്തിൽ കഴുകി വന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം, മുൾത്താനി മിട്ടിയും അതുപോലെ തന്നെ തേനും കൂടിയുള്ള ആ ഒരു ഫേസ് പാക്ക് ഞാനിതിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മുഖത്ത്. ഇപ്പോൾ കരിമങ്ങല് ഉള്ളവർക്കും അതല്ലാത്തവർക്കും ടാൻ അടിച്ചവർക്കൊക്കെ ഇടാൻ പറ്റിയൊരു ഫേസ് പാക്കാണ്. അതുപോലെ തന്നെ നല്ലൊരു ടിപ്പാണ് കേട്ടോ. കഞ്ഞിവെള്ളം ചൂടാറി കഴിഞ്ഞാൽ നമ്മൾ ഐസ് ട്രേ ഉണ്ടല്ലോ, അതിലിങ്ങനെ ക്യൂബാക്കി വയ്ക്കുന്നത് നല്ലതാണ്. അത് പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ കണ്ണിന് ചുറ്റും മുഖത്തൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെയിലടിച്ചിട്ടുള്ള ആ ടാനൊക്കെ മാറാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കണേ. ഞാനങ്ങനെ കഞ്ഞിവെള്ളം ഒരുപാട് കളയാറില്ല. മാക്സിമം ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാറുള്ളൂ. നല്ല എഫക്റ്റീവാണ് കേട്ടോ കഞ്ഞിവെള്ളമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ നമ്മളൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം, കൊറിയൻ ഫേസ് പാക്കിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റൈസ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കഞ്ഞിവെള്ളം തന്നെയാണ്. അപ്പം നമുക്ക് വളരെ ബൾക്കായിട്ടും വലിയ പൈസയ്ക്ക് ചിലവില്ലാതെ നമ്മളെന്നും വീട്ടിൽ ചോറൊക്കെ വെക്കുന്നതല്ലേ, അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണ്. കൂടുതൽ നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് മുഖത്തൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ മുഖത്ത് തേക്കുമ്പോൾ ആദ്യം മുഖം ഒന്ന് നന്നായി വാഷ് ചെയ്ത് വന്നതിന് ശേഷം ആ ഒരു നനവ് മാറുന്നതിൻ്റെ മുന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് വൈകുന്നേരം തേച്ചാൽ അത്രയും നല്ലത്. ഞാനിത് ഇതുപോലെ തന്നെ തേക്കാറുണ്ട്. എപ്പോഴും പുറത്ത് പോയി വന്നാലാണ് കൂടുതൽ ഞാൻ തേക്കാറ് ഈ ഒരു ഫേസ് പാക്ക്. മറ്റുള്ള ഫേസ് പാക്കുകൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് വളരെ വേഗത്തിൽ എഫക്റ്റീവ് ആവുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, 2 സ്റ്റെപ്പ് ഒന്നുമില്ല. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതുപോലെ കഴുത്തിലും മുഖത്തൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. ഞാനിത് ഏതാണ്ട് ഒരു 20 മിനിറ്റോളം വെക്കുന്നുണ്ട്, സാധാരണ ഫേസ് പാക്കൊക്കെ വെക്കുന്ന പോലെ തന്നെ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് ഒരുപാട് ഉണങ്ങാൻ കാത്തു നിൽക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചിലവർക്ക് മുൾത്താനി മിട്ടി അലർജി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ തൈര് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ 1 സ്പൂണോളം പാലും. അപ്പോൾ അതാ ഇവിടെയൊക്കെ കുറച്ചിങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. വെള്ളം നനച്ച് കൊടുക്കണം, അത് മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ. ഏത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലും വെള്ളത്തിലിങ്ങനെ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾക്കത് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിങ്ങനെ വലിഞ്ഞിരിക്കും. ഞാനിങ്ങനെയാണ് എല്ലാ ഫേസ് പാക്കിലും ഞാനിതുപോലെ ചെയ്തെടുക്കാറുണ്ട്. കരിമങ്ങല്യം ഉള്ളവർക്ക് പറ്റിയ ഫേസ് പാക്ക് ഇതുപോലെ പലതും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കണ്ടു നോക്കണം. അത് കരിമങ്ങല്യത്തിന് എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ
ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. നമ്മൾക്ക് മറ്റുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നതിനെക്കാട്ടിലും നല്ല കിടിലൻ റിസൾട്ടാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ മക്കൾക്കും ഇടയ്ക്ക് തേച്ച് കൊടുക്കാറുണ്ട്. ഉച്ചയ്ക്കൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നല്ല വെയിലടിച്ചിട്ട് വരിക. ആ ഒരു സമയത്ത് ഈ ഒരു പാക്ക് ഇട്ടിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോഴാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത്. നല്ല മാറ്റമാണ്. മുഖത്തിനൊരു പ്രത്യേക ഒരു കളറാണ്. നമ്മളെ മുഖത്തിൻ്റെ ആ ഒരു കളറിനെക്കാട്ടിലും ഒരു പ്രത്യേക ഒരു കളറാണ്. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫേസ് പാക്ക് ഉണ്ടാക്കി ഇട്ട് നോക്കണം കേട്ടോ. ഇത് നമുക്ക് ഡെയിലി ഇടാൻ പറ്റിയൊരു ഫേസ് പാക്കാണ്. പലരും എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്, നമ്മൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചില ഫേസ് പാക്കുകൾ ഡെയിലി ഉപയോഗിക്കാം. നമുക്ക് ഒരുപാട് സമയമാണ് അത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര ഗ്യാരണ്ടി പറയില്ല. നമ്മളുണ്ടാക്കി ചിലതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. ചിലതൊന്നും എനിക്ക് വിചാരിച്ചത്ര അതിന് ഗ്യാരണ്ടി തരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാം. ബാക്കിയുള്ളത് വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്കിന് ശരിക്കും കിട്ടുന്നൊരു റിസൾട്ട് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നല്ലോണം നനച്ചു കൊടുത്താൽ മാത്രം പോരാ, അത് നന്നായിട്ട് റിമൂവ് ചെയ്യുകയും വേണം കേട്ടോ. മുൾത്താനി മിട്ടി ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയപ്പോലും നമ്മളിങ്ങനെ മുഖത്ത് പൗഡർ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു എഫക്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഞാനിത് കഴുകി എടുത്തിട്ട് വരുന്നതാവും കുറച്ചുകൂടി നല്ലത്. ഇതിങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വെള്ളം കൊടുന്ന് വെച്ചിട്ട് ഇതുപോലെ റിമൂവ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ മുഖമൊക്കെ നല്ലോണം കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഫ്രഷായൊരു എഫക്റ്റാണ് നമുക്ക് തോന്നുക. മുഖത്ത് എന്തോ ഒന്ന് സംഭവിച്ച പോലെ തോന്നും. അപ്പോൾ ബാക്കി ക്രീമും കൂടെ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണേ ഇതിന് ശേഷം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.